അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഹനീഫ് കട്ടുപ്പാറ. എല്ലാവർക്കും ഒരു വൈകിയ നബി ദിന ആഘോഷത്തിൻ്റെ സന്തോഷം അറിയിക്കുന്നതോടൊപ്പം വൈകിയ സമയത്ത് പുണ്യനബിയുടെ വേർപാട് ഇന്നാണെന്ന് ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം 1501 വർഷത്തെ ജന്മദിനമാണ് നാം ആഘോഷിക്കുന്നത്. ലോകം 1438 വർഷമായി പുണ്യനബി പച്ചക്കുപ്പയുടെ താഴെ റൗളയിൽ 1438 1500 തികയാൻ 62 വർഷം. പുണ്യനബിയുടെ ജന്മദിനം മീലാദ് സന്തോഷത്തോടെ ആഘോഷിച്ചതിൻ്റെ നമുക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം ഈ വർഷത്തെ നബിദിന പരിപാടിയിൽ ഏറ്റവും കൂടുതൽ മനസ്സിനും കരളിനും കണ്ണിനും കുളിരേകിയ ഒരു കാഴ്ച എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ വീഡിയോ കാണിക്കാം. സുന്നികൾ SKSF ഒന്നിച്ചൊരു നബിദിന ഘോഷ റാലി. സ്ഥലം ഞാൻ പറയുന്നില്ല, അതിൻ്റെ വീഡിയോ നിങ്ങൾ മ്യൂട്ട് ചെയ്ത് കാണിച്ചേക്കാം. അതിൽ ഫ്ലെക്സിൽ കാണാം. വളരെ സന്തോഷമാണ് കാണുമ്പോൾ. നമ്മളൊക്കെ നാടുകളിൽ ഒത്തിരി ആളുകൾക്കൊരു പ്രതീക്ഷയും ഇഷ്ടവും ഉള്ളിലെ വികാരവുമായിരിക്കും അങ്ങനെ. അതുപോലെ ഒത്തിരി ആളുകൾക്ക് അത് ആവാതിരിക്കാനും അതുപോലെ വികാരമുണ്ടാവും. അതിനൊക്കെ കാരണങ്ങളുണ്ടാവും. അതിന് വളരെ സന്തോഷമാണ്. കാരണം ഒന്നിച്ച് സംയുക്തമായിട്ട് SSF SKSF രണ്ടും സമസ്ത, രണ്ടും സുന്നി, രണ്ടും 5 നിസ്കാരം, രണ്ടും ഒരേ നോമ്പ്, രണ്ടും ഒരേ ഹജ്ജ്, ഇവരൊന്നിച്ച് നബിദിന ഘോഷയാത്ര, നബിദിനാഘോഷം, നബിദിന സംയുക്ത പരിപാടി സംഘടിപ്പിച്ചാൽ നാടിനും നാട്ടുകാർക്കും ഈ ഉമ്മത്തിനും എന്ത് ബലമായിരിക്കും. സ്വപ്നം കാണാം, നമുക്ക് പറയാം. പക്ഷേ അതിൽ നവറല്ലാ ഒരു അബൂബക്കർ മുസ്ലിയാർ പോയി. ഒരു അബൂബക്കർ മുസ്ലിയാരുണ്ട്, ഷെയ്ഖ് തൗവലല്ലാ ഉംറഹു. അവരൊക്കെ മർമറയുന്നതിന് മുമ്പ് ഒന്ന് സംയുക്തമായി ഒരുമിച്ചാൽ ദീനിനും നാടിനും നാട്ടുകാർക്കും നമുക്കൊക്കെ കൺകുളിർക്കെ കാണാൻ ഒരു ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ മനസ്സിനോട് എൻ്റെ ഒരു സ്വയം പ്രാർത്ഥന ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 1438 വർഷമായി ഹറമല അലൽ അജ്സാദുൽ അംബിയ ഒരു കേടും വരാതെ പച്ചക്കുബയുടെ റൗളയിൽ താഴെ പുണ്യനബി ലോകത്തിന് വിട പറഞ്ഞിട്ട് ഖബർ ജീവിതം 1438 1501 ജന്മദിനം നാം ആഘോഷിച്ചു. പുണ്യനബി 1500 വർഷം ഖബറിൽ കിടക്കുന്ന ഹദീസുകൾ നമ്മൾ കേൾക്കുമ്പോൾ 62 വർഷം 1500 തികയാണ്. അല്ലാഹു നമ്മൾ ചെയ്യുന്ന ഉദ്ദേശമനുസരിച്ച് നമുക്കതിനുള്ള പ്രതിഫലം, ആരെ പ്രേമിച്ചവൻ്റെ കൂടെ എന്ന് പുണ്യ റസൂലിൻ്റെ പ്രവചനം, പ്രേമം, അങ്ങേയറ്റത്തെ പ്രേമം പുണ്യനബിക്ക് കൊടുക്കാനും അതിന് നബി തിരിച്ച് നമുക്ക് തരാനും ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഈ നബിദിന ദിവസം അവസാനം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രവാചക പ്രേമമാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ആരാധനക്കപ്പുറവും സ്വലാത്തും നബിയോടുള്ള പ്രേമവുമാണ് ഒരു രക്ഷാകവചമെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഈ നബി ജന്മദിന ആഘോഷ സന്തോഷത്തിൽ പങ്കുചേരാൻ ഞാൻ എൻ്റെ മോൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു അവസാന ഭാഗം, അതിൻ്റെ ഒരു ക്ലിപ്പ് വെക്കുന്നു. നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഞാൻ വായിക്കാൻ കാത്തിരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ജന്മദിന ആശംസകൾ. ഹനീഫ് കട്ടുപ്പാറ. ഓക്കെ, ബൈ. പുണ്യനബിയുടെ അവസാന ദിവസങ്ങൾ. കരളിന്റെ ഭാഗമായ ഫാത്തിമ ബീവി കെട്ടിച്ച വീട്ടിൽ നിന്നും ഉപ്പയെ കാണാൻ വരുന്നു. ഉപ്പയെ കാണാൻ വരുമ്പോഴെല്ലാം എഴുന്നേറ്റ് നിന്ന് നെറ്റിൽ ഉമ്മ വെക്കുമായിരുന്ന ഉപ്പാക്ക് എണീക്കാൻ വയ്യ. ഫാത്തിമ ബീവി തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. ആയിഷ ബീവി പറയുന്നു, എന്റെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് ലോകത്തിന്റെ നേതാവ് വിട പറഞ്ഞത്. അവസാനം എന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് റബ്ബിന്റെ മുമ്പിലേക്ക് പോവാൻ ഒരുങ്ങുന്ന തങ്ങൾക്ക് അവസാനം മിസ്വാക്ക് ചെയ്തു കൊടുത്തു.
റാക്കിന്റെ അറ്റം കട്ടിയും ഉറപ്പുമുള്ളതായപ്പോൾ ഞാൻ വായിലിട്ട് ചവച്ചരച്ച് സോഫ്റ്റാക്കി കൊടുത്ത് അവസാനം മിസ്വാക്ക് ചെയ്തു കൊടുത്തത് ആയിഷ ബീവിയാണ്. ഞാൻ നീട്ടുന്നില്ല, നിർത്തുകയാണ്. നമ്മുടെ ഈ നബിദിന സ്നേഹസംഗമത്തിൽ നമ്മോട് കൂടെ ഈ സ്റ്റേജിലും കസേരയിലും ഇരുന്ന പലരും ഇന്ന് നമ്മോട് കൂടെ ഇല്ല. എൻ്റെ ഉപ്പപ്പയടക്കം ഈ നബിദിന പ്രേമം കാരണം, നബിയോടുള്ള അതിരത്ത സ്നേഹം കാരണം നാളെ അർശിന തണലും പുണ്യ നബിയുടെ ശഫാഅത്തും അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.